യേശുവെ സ്തോത്രം, യേശുവെ നന്ദി. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി ഈ പരിശുദ്ധമായ അൾത്താരയിൽ എന്നെ നിർത്തിയതിന് അമ്മയ്ക്ക് ഒത്തിരി ഒത്തിരി നന്ദി പറയുന്നു. എൻ്റെ പേര് ഷേർലി, സ്ഥലം കൊല്ലം. ഉടമ്പടി ആദ്യമായിട്ട് എടുത്തത് 27/10/2023 എൻ്റെ ഇടവക സെയിൻറ്റ് സെബാസ്റ്റ്യൻ ചർച്ച് നീണ്ടകരയാണ്. കൃപാസനം അറിഞ്ഞത് കൃപാസനം പത്രം വഴിയാണ്. ഒരു ചേച്ചി തന്ന കൃപാസനം പത്രത്തിൽ കൂടെയാണ് കൃപാസനത്തെക്കുറിച്ച് അറിഞ്ഞത്. 2012 ലെഫ്റ്റ് സൈഡിൽ ബ്രസ്റ്റിൽ ഒരു മുഴ ഉണ്ടാവുകയും അത് വലുതാണ്, അത് ഓപ്പറേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഓപ്പറേറ്റ് ചെയ്തു. ഇനി മേലാൽ അത് വരില്ല എന്ന് തന്നെ ഡോക്ടർ പറഞ്ഞു. പക്ഷേ 2018 എനിക്കൊരു സംശയം തോന്നി. സ്കാൻ ചെയ്യുകയും സ്കാൻ ചെയ്തപ്പോൾ അതേ സ്ഥലത്ത് തന്നെ മുഴ ഗ്രോ ചെയ്യുന്നെന്ന് പറയുകയും ചെയ്തു. അപ്പോൾ നിങ്ങളിത് ഓപ്പറേറ്റ് ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞു. ഒരു പ്രാവശ്യം ഓപ്പറേറ്റ് ചെയ്ത സ്ഥലത്ത് തന്നെ വീണ്ടും കത്തി മുറിക്കണമല്ലോ എന്നോർത്ത് ഞാൻ ഒത്തിരി വിഷമിച്ചു. ഞാനിവിടെ കൃപാസനത്തിൽ വന്ന് അമ്മയെടുത്ത് കരഞ്ഞ് പ്രാർത്ഥിക്കുകയും ഉടമ്പടി വസ്തുക്കളായ വെഞ്ചരിച്ച ഉടമ്പടി തൈലവും ഉപ്പും ഉപയോഗിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ഉപയോഗിച്ചതിൻ്റെ ഫലമായി പെട്ടെന്ന് ഒരു ദിവസം തന്നെ ഈ മുഴ അപ്രത്യക്ഷമാകുകയും ചെയ്തു. രണ്ടാമത് എനിക്ക് ജോയിൻറ്റിൻ്റെ വേദന ഉണ്ടായിരുന്നു. ഒത്തിരി കാലമായിട്ട്, 1 വർഷത്തോളം. അത് കടുത്ത് കാൽപാദം വരെ എത്തി. കാലിലെല്ലാം നീരായി, ഒട്ടും നടക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലായി. അങ്ങനെ റിമാറ്റോളജിസ്റ്റിനെ പോയി കാണുകയും അപ്പോൾ റിമാറ്റോളജിസ്റ്റ് പറഞ്ഞു, നിങ്ങൾക്കിത് ജീവിതകാലം മൊത്തം ഈ അസുഖം ഉണ്ടായിരിക്കുകയും ഈ തരുന്ന മരുന്ന് കഴിക്കുകയും ചെയ്യണം. പക്ഷേ ഈ മരുന്നിന് ഒത്തിരി സൈഡ് എഫക്ട്സ് ഉണ്ട്. ഈ മരുന്നാണ് ഉള്ളതിൽ ഭേദപ്പെട്ട മരുന്ന്, അല്ലാതെ വേറെ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആ സൈഡ് എഫക്ട്സ് പറഞ്ഞ കൂട്ടത്തിൽ ഒത്തിരിയും സൈഡ് എഫക്ട്സ് എനിക്ക് അല്ലാതെ തന്നെ ഉണ്ട് താനും. അപ്പം ഞാൻ വിചാരിച്ചു, ഇനിയും ഈ മരുന്ന് കഴിച്ച് ഒന്നും കൂടി ഞാൻ തളർന്നു പോകുമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് വീണ്ടും പ്രാർത്ഥിച്ചു. പരിശുദ്ധ അമ്മയടുത്ത് പ്രാർത്ഥിച്ചു. ഉടമ്പടി വസ്തുക്കളായ വെഞ്ചരിച്ച തൈലവും ഉപ്പും തേനും ഉപയോഗിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി എല്ലാ ദിവസവും ഉപയോഗിക്കുകയും ചെയ്തു. ഇപ്പോഴാകട്ടെ എൻ്റെ ബ്ലഡ് വാല്യൂസ് എല്ലാം നോർമലാണ്. നീരെല്ലാം മാറി കാലിൽ എനിക്കിപ്പോൾ ചെരുപ്പില്ലാതെ നിൽക്കുകയും നടക്കുകയും ചെയ്യാൻ പറ്റും. പരിശുദ്ധ അമ്മയ്ക്ക് ഒത്തിരി നന്ദി പറയുന്നു. കൂടാതെ ഞാൻ 10 വർഷമായിട്ട്, അടുത്ത സാക്ഷ്യം 10 വർഷമായിട്ട് ഞാൻ തൈറോയിഡിൻ്റെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇതും മരുന്ന് നിങ്ങൾ ജീവിതകാലം മൊത്തം കഴിക്കേണ്ടി വരുമെന്ന് പറഞ്ഞതാണ്. എന്നാൽ അമ്മയുടെ പരിശുദ്ധമായ വെഞ്ചരിച്ച ഉടമ്പടി വസ്തുക്കൾ വിശ്വാസ പ്രമാണം ചൊല്ലി ഉപയോഗിച്ചതിൻ്റെ ഫലമായി എൻ്റെ ബ്ലഡ് വാല്യൂസ് പിന്നെയും നോർമലായി. അത് നിർത്താനും അമ്മ അനുഗ്രഹിച്ചു. പിന്നെ അടുത്ത സാക്ഷ്യം, എൻ്റെ തലയിലിങ്ങനെ ഒത്തിരിയും കുഞ്ഞു മുഴകൾ വരുമായിരുന്നു. ഈ മുഴകൾ കാരണം എനിക്ക് തലമുടി ചീക്കാൻ പോലും പറ്റത്തില്ലായിരുന്നു. ഈ മുഴകളിൽ ഭയങ്കര വേദനയാണ് താനും. ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കുമായിരുന്നു. ഇതിനെയും ഞാൻ വെഞ്ചരിച്ച വസ്തുക്കൾ വിശ്വാസ പ്രമാണം ചൊല്ലി തലയിൽ പുരട്ടുകയും ഉടമ്പടി തൈലം പുരട്ടുകയും വെഞ്ചരിച്ച ഉപ്പും എല്ലാം ഉപയോഗിച്ചതിൻ്റെ ഫലമായി ഇപ്പോൾ ആ മുഴകൾ ഒട്ടും തന്നെ കാണാനില്ല. അടുത്ത സാക്ഷ്യം, മുട്ടിന് എനിക്ക് വേദന ഉണ്ടായിരുന്നു. അപ്പം നടക്കാൻ പ്രയാസമായിരുന്നു. ഇപ്പം നടക്കുമ്പോൾ ഇങ്ങനെ ടക്ക് ടക്കെന്നും പറഞ്ഞിങ്ങനെ ശബ്ദം കേൾക്കുമായിരുന്നു. ഭയങ്കര വേദന, മുട്ടൂത്തി ഇരിക്കാനും പാടായിരുന്നു. പരിശുദ്ധ അമ്മയുടെ ഇവിടെ വന്ന് കൃപാസനം വന്ന് പ്രാർത്ഥിക്കുകയും വെഞ്ചരിച്ച വസ്തുക്കളായ ഉടമ്പടി തൈലവും ഉപ്പും ഉപയോഗിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ഉപയോഗിച്ചതിൻ്റെ ഫലമായി ഇപ്പോൾ എനിക്ക് മുട്ടുവേദന ഒട്ടും തന്നെ ഇല്ല. മുട്ടുമടക്കി എത്ര നേരം വേണമെങ്കിലും എനിക്ക് ഇരിക്കുകയും ചെയ്യാം. ഈ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. അടുത്ത സാക്ഷ്യം, എൻ്റെ ആയിട്ടുള്ള ഒരു സ്ഥലം 1 വർഷത്തോളം അത് വിൽക്കാനായിട്ട് ഞാൻ ശ്രമിക്കുകയായിരുന്നു. അതിങ്ങനെ പറ്റുന്നില്ലായിരുന്നു. ഇവിടുന്ന് ഉടമ്പടി വസ്തുവായ വെഞ്ചരിച്ച ഉപ്പ് ഞാൻ ആ സ്ഥലത്ത് കൊണ്ടുപോയി ഇട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അമ്മ അത് പെട്ടെന്ന് തന്നെ എനിക്ക് നല്ല വിലയ്ക്ക് അത് വിൽക്കാൻ സാധിച്ചു. എൻ്റെ അടുത്ത സാക്ഷ്യം, എൻ്റെ വീടിൽ ഒത്തിരിയും പാമ്പുകളുടെ ശല്യം ഉണ്ടായിരുന്നു. ഒരിടയ്ക്ക് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇവിടെ നിന്നുള്ള മണ്ണ് എടുത്തുകൊണ്ട് പോയി ഉടമ്പടി ഉപ്പുമായിട്ട് മിക്സ് ചെയ്തിട്ട് വീടിൻ്റെ 4 സൈഡും വിശ്വാസ പ്രമാണം ചൊല്ലി അത് ഇട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഇപ്പോൾ
ഇതിൻ്റെ പാമ്പുകളുടെ ഒരു ശല്യം തന്നെ ഇല്ല. ഈ എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മയ്ക്ക് ഒത്തിരി ഒത്തിരി നന്ദി പറയുന്നു. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ എല്ലാ മാസവും ഇവിടെ വന്ന് കൃപാസനം പത്രം വാങ്ങിച്ചുകൊണ്ട് പോയി അത് മൊത്തം വായിച്ചതിന് ശേഷം വിശ്വാസ പ്രമാണം ചൊല്ലി ഉടമ്പടി തൈലം ഓരോ പത്രത്തിലും അപ്ലൈ ചെയ്തതിന് ശേഷമാണ് ഞാൻ ഓരോ മക്കൾക്കും കൊടുക്കുന്നത്. ഇവിടുത്തെ കാര്യങ്ങളെ പറഞ്ഞിട്ടാണ് ഞാൻ കൊടുക്കുന്നത്. വളരെ സ്നേഹത്തോടു കൂടെ തന്നെ എല്ലാവരും വാങ്ങിക്കുകയും ചെയ്യും. വേണ്ട എന്ന് പറയുന്നവർക്ക് ഞാനത് കൊടുക്കത്തുമില്ല. അടുത്തതായിട്ട് ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോവുകയും എല്ലാ രോഗികളെ പോയി സന്ദർശിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഇപ്പോൾ മിക്കവരും കാണുമ്പോൾ തന്നെ പറയും കൃപാസനത്തിൽ നിന്നാണെങ്കിൽ ഉടമ്പടി തൈലമുണ്ട്, ഒന്ന് തൊട്ട് പ്രാർത്ഥിക്കണേ എന്ന് പറയും. അത്രയ്ക്കും വിശ്വാസമാണ് ആൾക്കാർക്ക്. ഇപ്പം ഞാൻ ഉടമ്പടി തൈലവും ഉപ്പും അപ്ലൈ ചെയ്ത് അവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും. കൃപാസനത്തെക്കുറിച്ച് പറയുകയും ചെയ്യും. കൃപാസനം പത്രം വേണ്ടവർക്ക് കൊടുക്കുകയും ചെയ്യും. കൂടാതെ ക്യാൻസർ പേഷ്യൻസിനെയും പോയി കാണുകയും അവർക്ക് വേണ്ടുന്ന സാമ്പത്തിക സഹായം കൊടുക്കുകയും ചെയ്യും. അല്ലാതെ തന്നെ ഞങ്ങൾ വീട്ടിൽ തന്നെ ബൾക്കായിട്ട് ബെഡ്ഷീറ്റ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ അകത്തുനിന്ന് കൊണ്ടുപോയി ഓരോ മക്കൾക്കും കൊണ്ടുപോയി കൊടുക്കുകയും ചെയ്യും. അടുത്തത് ഞങ്ങൾ ഓൾഡ് ഏജ് ഹോമിലും ചിൽഡ്രൻസ് ഹോമിലെല്ലാം ഞങ്ങൾ പോവുകയും ഈ ഞങ്ങൾ വാങ്ങിച്ച ബെഡ്ഷീറ്റ് കൊണ്ടുപോയി കൊടുക്കുകയും ചെയ്യും. ആഹാരമായിരുന്നാലും കൊടുക്കും. കൂടാതെ സാമ്പത്തിക സഹായം അവർക്ക് വേണ്ടുന്ന ഏറെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിലും ഞങ്ങളത് ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടി ചെയ്തു കൊടുക്കുന്നതാണ്. അടുത്തതായിട്ട് എൻ്റെ മകന് ക്യാമ്പസ് സെലക്ഷൻ കിട്ടുന്നില്ലായിരുന്നു. വേറെയും ഒത്തിരി ടെസ്റ്റും എല്ലാം എഴുതിയിട്ടൊന്നും കിട്ടുന്നില്ലായിരുന്നു. ഈ ഉടമ്പടി വസ്തുക്കളായ വിശുദ്ധ തൈലവും വിശുദ്ധ ഉപ്പും ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് അവനിപ്പോൾ ഒരു നല്ല ജോലി നൽകി അമ്മ സഹായിച്ചു. IT ഓഫീസറായിട്ട് അവൻ ബാംഗ്ലൂരിൽ ജോലി ചെയ്യുന്നു. ആത്മീയ ജീവിതമായിട്ട് ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോയി ഹോളി മാസ് കാണുകയും ചെയ്യും. ബൈബിൾ റീഡിങ് അരമണിക്കൂറല്ല അതിൽ കൂടുതൽ വായിക്കുകയും ചെയ്യും. കൂടാതെ അച്ഛൻ്റെ എല്ലാ ചൊവ്വാഴ്ചയുള്ള ധ്യാനം കാണുകയും ഷെയർ ചെയ്യുകയും ചെയ്യും. രാവിലത്തെ 5:30 ഉടമ്പടി രാവിലത്തെ ധ്യാനം കാണുകയും അല്ലാതെ സാക്ഷ്യങ്ങൾ കാണുകയും അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുന്നു. സാന്നിധ്യമായിട്ട് ഒരു പ്രാവശ്യം ഞാൻ വണ്ടിയിൽ പോവുകയായിരുന്നു. അപ്പോൾ ഫ്ലൈ ഓവറിൻ്റെ അവിടെ വെച്ച് ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വലിയൊരു ലോറി വരികയായിരുന്നു. അപ്പം ഞാനിങ്ങനെ മനസ്സിൽ പറഞ്ഞു, ഞാൻ ഈ ലോറിയുടെ അടിയിലോട്ട് പോയാൽ എന്തായിരിക്കും അവസ്ഥയെന്ന്. പെട്ടെന്ന് എൻ്റെ അടുത്ത് നിന്ന് ആരോ പറയുന്ന കണക്ക് ഒരു വോയിസ്, ശക്തമായിട്ടുള്ള ഒരു വോയിസ്, അതിങ്ങനെയാണ് പറഞ്ഞത്: നിങ്ങളെക്കുറിച്ചുള്ള ഒരു പ്ലാൻ എൻ്റെ മനസ്സിലുണ്ട്. നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഷോക്കായി. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സ്വരം കേൾക്കുന്നത്. എനിക്ക് ക്ലിയർ അല്ലായിരുന്നു ഇത് യെശയ്യാ പ്രവാചകൻ്റെ ആണോ ജെറമ്യാ പ്രവാചകൻ്റെ ആണോ എന്ന് എനിക്ക് തീർച്ചയല്ല. ഞാൻ വീട്ടിൽ ചെന്ന് ബൈബിൾ എടുത്ത് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി ജെറമ്യാ 29:11 അങ്ങനെ ഒരു വലിയ അനുഭവം എനിക്കുണ്ടായി. കൂടാതെ ഒരു പ്രാവശ്യം ഞാൻ ബൈബിൾ വായിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ എൻ്റെ അടുത്ത് തന്നെ ഒരു സാന്നിധ്യം, ശക്തമായൊരു സാന്നിധ്യം ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധ അമ്മയാണ്. അമ്മയ്ക്ക് ഒത്തിരി നന്ദി പറയുന്നു. പിന്നെ ഒരു പ്രാവശ്യം ഞാൻ ജോസഫ് അച്ഛൻ ബ്ലസ് ചെയ്യുന്നതായിട്ട് സ്വപ്നം കണ്ടായിരുന്നു. മെഴുകുതിരിയിൽ ഒത്തിരി പ്രാവശ്യമായിട്ട് അമ്മയുടെ രൂപവും കൂടാതെ തിരുഹൃദയത്തിൻ്റെ രൂപം വന്നിട്ടുണ്ട്. അമ്മ എനിക്ക് ചെയ്തു തന്ന മാധ്യസ്ഥം നൽകി എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ ഒത്തിരി നന്ദി പറയുന്നു. ഇനിയും ഞാൻ തുടർന്ന് ജീവിതത്തിൽ ഉടമ്പടി തന്നെ ആയിരിക്കും ഞാൻ ഉറപ്പ് തരുന്നു. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അവിടുന്ന് ഹൃദയം തകർന്നവനെ അവൻ സൗഖ്യപ്പെടുത്തുകയും അവരുടെ മുറിവുകൾ വെച്ച് കെട്ടുകയും ചെയ്യുന്നു. സങ്കീർത്തനം 147 3 തകർന്നവരെ സൗഖ്യമാക്കുന്ന ഒരു ദൈവമാണ് ഉടമ്പടി മക്കളുടെ കൂടെയുള്ളത്. ശാരീരികമായിട്ടുള്ള രോഗങ്ങളോ മുറിവുകളോ മാത്രമല്ല, അവിടുന്ന് നമ്മുടെ ആത്മാവിനെ ആശ്വസിപ്പിക്കുകയും ഉള്ളിലെ വേദനയെ സുഖപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു ദൈവമാണ്. നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന നിരാശകളും ബന്ധങ്ങളിൽ വരുന്ന തകർച്ചകളും കുടുംബ പ്രശ്നങ്ങളും പ്രതിസന്ധികളോ സാമ്പത്തിക പ്രശ്നങ്ങളോ ഇവയെല്ലാം നമ്മുടെ ജീവിതത്തിലെ മുറിവുകളാണ്. കൃപാസനം ഉടമ്പടി ദൈവത്തോട് ചേർന്ന് നിൽക്കാനുള്ള
ഉറച്ച വിശ്വാസത്തിലുള്ള ഒരു ആത്മീയ പ്രതിജ്ഞയാണ്, ഒരു ആത്മീയ ബന്ധമാണ്. ഉടമ്പടിയിലൂടെയാണ് നമ്മുടെ ഓരോ വേദനകളും നാം ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നത്. പരിശുദ്ധ അമ്മയാണ് നമ്മുടെ ഇടയിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നതും. കൃപാസനം മാതാവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ തകർന്ന ഹൃദയങ്ങളെ ദൈവം പുതുക്കുന്നതായിട്ടാണ് നാം ഓരോ സാക്ഷ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഷേർലി പീറ്റർ എന്ന സഹോദരിയുടെ സാക്ഷ്യത്തിൽ ആദ്യമായി കൃപാസനത്തെപ്പറ്റി കേൾക്കുകയും ഈ മൾക്ക് 2012 ലെഫ്റ്റ് സൈഡിൽ ബ്രസ്റ്റിൽ ഒരു ലംബ് ഉണ്ടാവുകയും പിന്നീട് അതൊരിക്കലും വരില്ല എന്നാണ് ഡോക്ടേഴ്സ് അന്ന് പറഞ്ഞത്. പക്ഷെങ്കിൽ അത് വീണ്ടും വരികയും പിന്നീട് അതിന് ഒരു സെക്കൻഡ് ഓപ്പറേഷൻ വേണമെന്നാണ് സജസ്റ്റ് ചെയ്തത്. പക്ഷെങ്കിൽ ഷേർലി എന്ന സഹോദരി പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വരികയും അമ്മയുടെ ഉടമ്പടി എടുക്കുകയും ഉടമ്പടി നേർച്ച വസ്തുക്കളായ ഉടമ്പടി തൈലം തേച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി വെഞ്ചരിച്ച് ഉപ്പ് ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ആ മുഴ അപ്രത്യക്ഷമാവുകയാണ്. പിന്നീടുണ്ടായിരുന്ന പല രോഗസൗഖ്യങ്ങളാണ് ആമവാതലത്തിൽ നിന്നും ഹൈപ്പോ തൈറോയിഡിൽ നിന്നും തലയിലുണ്ടായിരുന്ന മുഴയിലും മുട്ടുവേദനയുമെല്ലാം ഈശോയുടെയും അമ്മയുടെയും വലിയ കൃപ കൊണ്ടാണ് രോഗസൗഖ്യം ലഭിച്ചത്. ഇതെല്ലാം പല പ്രാവശ്യവും ഡോക്ടേഴ്സിനെ കണ്ടെങ്കിലും പല ട്രീറ്റ്മെൻറ്റ് ചെയ്തെങ്കിലും എല്ലാം ടെമ്പററി റിലീഫ് മാത്രമായിരുന്നു. പക്ഷെങ്കിൽ ഉടമ്പടി എത്തിയതിന് ശേഷം നേർച്ച വസ്തുക്കൾ മാത്രം ഉപയോഗിച്ചാണ് ഈ മകൾക്ക് പൂർണ്ണമായിട്ട് രോഗസൗഖ്യം ലഭിച്ചത്. ആമവാതത്തിനൊക്കെ ഡോക്ടേഴ്സ് പറഞ്ഞത് ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കണമെന്നാണ്. എല്ലാ ദിവസവും ഉടമ്പടി തൈലം തേച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് പൂർണ്ണ സൗഖ്യമായിട്ട് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് ഇന്ന് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഹൈപ്പോ തൈറോയിഡ് 10 വർഷത്തോളം ഉണ്ടായിരുന്ന രോഗമാണ്. ഇതെല്ലാം ദൈവത്തിൻ്റെ കൃപയാലാണ്. ഉടമ്പടി വസ്തുക്കൾ വിശ്വാസത്തോടെ ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ടാണ് പൂർണ്ണ സൗഖ്യം കിട്ടിയത്. പിന്നീട് ഒരു സ്ഥലം വിൽക്കുന്ന കാര്യമായിരുന്നു. 1 വർഷത്തോളം സ്ഥലം വിൽക്കാൻ ആഗ്രഹിച്ചു, പക്ഷേ നടന്നില്ല. ഉടമ്പടി എടുത്തതിന് ശേഷം നേർച്ച വസ്തുക്കളായ ഉടമ്പടി ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. അവിടെയും ഈശോയും അമ്മയും ഇടപെടുകയും ആ സ്ഥലം വിൽക്കുവാൻ സാധിക്കുകയും ചെയ്തു. പിന്നീടുണ്ടായിരുന്നത് പാമ്പുകളുടെ ശല്യമായിരുന്നു. അവിടെയും ഈശോയുടെയും അമ്മയുടെയും ഒരു വലിയ കരുതലും സംരക്ഷണവുമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൃപാസനം ഉടമ്പടിയിൽ മാതാവിൻ്റെ ഇടപെടലിലൂടെ ദൈവകൃപയും സംരക്ഷണവുമാണ് നമുക്ക് ലഭിക്കുന്നത്. മർക്കോസിൻ്റെ സുവിശേഷം 16-18 പറയുന്ന പോലെ അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കും, മാരകമായി എന്ത് കടിച്ചാലും അത് അവരെ ഉപദ്രവിക്കുകയില്ല, അവർ രോഗികളുടെ മേൽ കൈകൾ വയ്ക്കും, അവർ സുഖം പ്രാപിക്കുകയും ചെയ്യുമെന്നാണ്. നമ്മുടെ ജീവിതത്തിൽ നാം ഉടമ്പടിയിൽ കാണുന്നതും അതുതന്നെയാണ്. നമുക്ക് രോഗം സൗഖ്യപ്പെടുകയും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലെ സംരക്ഷണവും രോഗസൗഖ്യവും സമാധാനവും സന്തോഷവുമൊക്കെ നമ്മുടെ ജീവിതത്തിലാവുന്നത്. ഈ മകൾ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുമ്പോഴും ബെഡ്ഷീറ്റ് കൊടുക്കുകയും ചിൽഡ്രൻസ് ഹോം, ഓൾഡേജ് ഹോം ഒക്കെ വിസിറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ ഇതെല്ലാം ഈശോയ്ക്ക് വേണ്ടി ചെയ്യുന്നതാണ്. അറിഞ്ഞവരെ ആഴപ്പെടുത്തുവാനും അറിയാത്തവരെ അറിയിക്കുവാനും ചെയ്യുവാനുള്ള ഒരു തീഷ്ണത, അതെല്ലാം കൂടെ നോക്കിക്കൊണ്ടാവാം ഒരുപക്ഷെ ഈശോയും അമ്മയും കനിഞ്ഞു നൽകിയ ഈ രോഗസൗഖ്യവും മകന് കിട്ടിയ IT ഓഫീസറായിട്ടുള്ള ജോലിയുമെല്ലാം. ഈശോയും അമ്മയും കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ എല്ലാ കാര്യവും നോക്കിക്കാണുന്നത് അവരാണ്. എല്ലാം അങ്ങ് വിട്ടുകൊടുത്താൽ മാത്രം മതി. ഈ മകൾക്ക് പല പ്രാവശ്യവും സ്വപ്നത്തിലൂടെ ജോസഫസിനെ കാണുവാനും തിരിയിൽ അമ്മയുടെ സാന്നിധ്യം ലഭിക്കുവാനും സാധിച്ചു. അത് മാതാവിൻ്റെ രൂപത്തിലും ഹൃദയത്തിൻ്റെ രൂപത്തിലുമൊക്കെയാണ്. പലപ്പോഴും ഉടമ്പടി മക്കൾ പ്രാർത്ഥിക്കുമ്പോൾ അമ്മയുടെ സാന്നിധ്യം അമ്മ ഉണ്ടോ, അമ്മ കൂടെയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ തന്നെ അമ്മ ഒരു അടയാളം കൊടുക്കുകയാണ്. ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ അമ്മയുടെ സാന്നിധ്യം, അമ്മയുടെ ഇടപെടൽ എപ്പോഴും കൂടെയുണ്ട്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും ഉടമ്പടിയിൽ കൂടുതൽ തീഷ്ണതയോടെ മുന്നോട്ട് നയിക്കുവാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ഷേർലി പീറ്ററിനും കുടുംബത്തിന് ലഭിച്ച ഈ വലിയ രോഗസൗഖ്യങ്ങൾക്ക് നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ആവേ മരിയ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.